கடவுளே பேணிக் காப்பாய், கடவுளே பேணிக் காப்பாய், கைவிடாதெம்மை இங்கே படகோட்டி நீ உன் பாதம் பவக்கடல் கடக்கும் தோணி எண்ணிடும் பொருள் ஒன்றும் இறுதியில் ஒடுங்கும் வேளை மண்ணிலே நிலைக்கும் எந்தன் மனம் ஒன்ற வேண்டும் அன்னமோடாடை நல்கி அன்புடன் பேணி எம்மை உன்னதமாக்கும் நீயே உயிர் தரும் வேந்தர் அன்றோ அன்னமோடாடை நல்கி அன்புடன் பேணி எம்மை உன்னதமாக்கும் நீயே உயிர் தரும் வேந்தர் அன்றோ ஆழியும் அலையும் காற்றும் ஆழமும் போல எம்மை ஆழமும் போல எம்மை சூழ்ந்திடும் மாயை நீக்கி சுடரொளி சுடரொளி பொழியச் செய்வாய் படைப்பவன் நீயே மற்றும் படைத்திடும் பொருளும் நீயே படைத்திடும் தொழிலும் நீயே படைத்திடும் நெறியும் நீயே மாயை நீ மாயாவியும் நீ மாயாவினோதன் நீயே மாயையை நீக்கி மாறா மலர்பதம் தருவோய் நீயே உண்மையும் நீயே உண்மையும் நீயே ஞான ஒளியும் நீ உவகை நீயே மன்னக நிகழ்ச்சி ஓதும் மறைமொழி அனைத்தும் நீயே அகம்புறம் ஒளிருங்கும் அருச்சுடர் மகிமையாலே புகழ்ந்துன்னை பாடுகின்றோம் பூரணா போற்றி போற்றி அகம்புறம் ஒளிருங்கும் அருச்சுடர் மகிமையாலே புகழ்ந்துன்னை பாடுகின்றோம் பூரணா போற்றி போற்றி தீனரை காப்போய் வெல்க தேவனே வெல்க வெல்க ஆனந்த வடிவே வெல்க அருள் பெரும் கடலே வெல்க தீனரை காப்போய் வெல்க தேவனே வெல்க வெல்க ஆனந்த வடிவே வெல்க அருள் பெரும் கடலே வெல்க ஆழ்ந்த நின் கருணை என்னும் ஆழியில் நாங்கள் மூழ்கி ஆழ்ந்திட வேண்டும் என்றும் வாழ்ந்திட வேண்டும் நன்றே
கருணை என்னும் ஆழியில் நாங்கள் மூழ்கி ஆழ்ந்திட வேண்டும் என்றும் வாழ்ந்திட வேண்டும் நன்றே, வாழ்ந்திட வேண்டும் நன்றே, வாழ்ந்திட வேண்டும் നന്ദി. ഷൗക്കത്ത് പറഞ്ഞു നിർത്തിയ ഇടം വളരെ ഉചിതമായ ഇടമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് നിർത്തും, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയിൽ. അത് നമ്മൾ ഈ വിദ്യാഭ്യാസം മൂലം ആർജിച്ചിട്ടുള്ള ചിലതരം ഈ ദ്വന്ദ്വ സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് കുറേ കൂടി യുക്തിസഹമായി ലോജിക്കലി ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഈ ആത്മീയത ഭൗതികത, ആത്മീയത സാമൂഹികത എന്നൊക്കെ മാറ്റിമറിച്ച് നിർത്താറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന മുനമ്പ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ പലതരം കാര്യങ്ങളുടെ ഒരു മുനമ്പാണെന്ന് പറയാം. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹികത, ആത്മീയത എന്നതിനൊക്കെ അപ്പുറം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്ത് നമ്മൾ മനുഷ്യബന്ധങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് UR അനന്തമൂർത്തി മരിക്കുന്നതിന് മുമ്പ് ഒരു നീണ്ട അഭിമുഖം കൊടുക്കേണ്ടായി. ചന്ദൻ ഗൗഡ എന്ന് പറയുന്ന ഒരു വലിയ അക്കാഡമിക്കിനാണ് അഭിമുഖ സംഭാഷണം കൊടുത്തിട്ടുള്ളത്. അതിപ്പം എ ലൈഫ് ഇൻ ദ യൂണിവേഴ്സ് എന്നുള്ള നിലയ്ക്ക് അത് പുസ്തകമായിട്ടൊക്കെ ഇറങ്ങണ്ടായി. അതിൽ ഇതുവരെയുള്ള ഇന്ത്യൻ ചരിത്രത്തിനെ നോക്കിക്കാണുന്നുണ്ട്. ഇന്ത്യയുടെ ദാഹം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്. ഇന്ത്യയുടെ ആത്മാവിലെ 3 ദാഹങ്ങളെ അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. അതിലൊരു ദാഹം എന്ന് പറയുന്നത് ഈ തേഴ്സ്റ്റ് ഫോർ ഈക്വാളിറ്റി എന്ന് പറയുന്ന സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ആണ്. ഇന്ത്യക്ക് ഉള്ളിലെ ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാഹങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ആണ്. രണ്ടാമത്തെ ഒരു ദാഹം എന്ന് പറയുന്നത് ആധുനികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ്. എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോവുക, ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു തേഴ്സ്റ്റ് ഇന്ത്യയുടെ ആത്മാവിൽ എപ്പോഴും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു ദാഹം എന്ന് പറയുന്നത് പുതിയ ആത്മീയ പരിസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ്, ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള എ ന്യൂ ക്വസ്റ്റ് ഫോർ, ഈ പറഞ്ഞ പോലെ പുതിയൊരു ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഇന്ത്യയുടെ ആത്മാവിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും, സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ത്വര, അതുപോലെ തന്നെ ആധുനികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ത്വര, അതുപോലെ തന്നെ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ത്വര, ഇത് 3ഉം ഇന്ത്യയുടെ ആത്മാവിൽ എപ്പോഴും കൂടിക്കലർന്ന് നിന്നിരുന്നു. പലരിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 3 കാര്യങ്ങളും കൂടി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഗാന്ധിയെ പോലെയുള്ള ഒരു വ്യക്തിത്വം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊന്നും വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ കൂടിക്കലർന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് മേഖലയിൽ, ഏത് തുറയിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, ഇത് 3ഉം നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത വിധം കൂടിക്കലർന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ രമണ മഹർഷിയെ പോലെയുള്ള ഒരാളെടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിലെ ഏതാനും ചില കാര്യങ്ങൾ ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഇന്നലെ വരെ നമ്മൾ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മുടേതായ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ദിശയിൽ മുന്നോട്ട് പോവാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറച്ചുകൂടി ഇന്ത്യയുടെ ഗതി എങ്ങോട്ടെന്ന് പറയുന്ന ആലോചിക്കേണ്ട ഒരു സമയം കൂടിയിട്ടാണ്. കാരണം ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റാത്ത മതാത്മകതകളൊക്കെ ഇന്ന് രാഷ്ട്രീയ കൈയടക്കിയിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. നമുക്കറിയാം ഈ ജനുവരി 22-ന് സംഭവിച്ചത് എന്താണെന്ന്. ഈ ജനുവരി 22-ന് സംഭവിച്ച കാര്യങ്ങൾ ഇനി എങ്ങോട്ട് പോകുന്നു നമുക്കറിയാത്ത തരത്തിൽ നമ്മളെ ആകെ കുമാരനാശാൻ എഴുതിയ പോലെ മൂടും കാർമുകിലാൽ അകാല കാല തിമിരം വ്യാപിച്ചുമായി എന്നിതാണ് പ്രരോദനം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ
ഈ അകാലകാല തിമിരം നമുക്കൊക്കെ പിടിപെട്ടിട്ടുണ്ട്. എന്നാൽ കാലമെത്താതെ വരുന്ന തിമിരം എന്ന് പറയുന്നത് നമുക്കൊക്കെ പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തിമിരത്തിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് എല്ലാ തരത്തിലുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ഉത്തരവാദിത്തം ആയി തീർന്നിട്ടുണ്ട്. എങ്ങനെയാണ് കുറേയും കൂടി നമ്മൾ പിളർന്നു കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന്, പരസ്പരം അകറ്റി നിർത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ അകറ്റി നിർത്തുന്ന ബലങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ അടുക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് മറ്റു കാലങ്ങളിൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ അക്കാഡമിക് വിഷയങ്ങളാണ്, ഇന്ന് നമ്മുടെ സ്വന്തം വിഷയങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ചേഞ്ച്, ഇന്ത്യയുടെ മാറ്റം എപ്പോഴും നടന്നിട്ടുള്ളത് ദൈവസങ്കല്പത്തെ മാറ്റി എഴുതിക്കൊണ്ടാണ്. ദൈവസങ്കല്പം എന്ന് പറയുന്ന ആ ഒരു വലിയ ദർശനത്തെ മാറ്റി എഴുതിക്കൊണ്ടാണ് പലപ്പോഴും ഇന്ത്യയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഉദാഹരണം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, എഴുതിയിട്ടുള്ളതാണ്, എങ്കിൽ പോലും ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഇവിടെ പറയാം. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അമ്മ ഭയങ്കര ഒരു എന്താ പറയുക ഭക്തയാണ്. അമ്മ ചെറുപ്പത്തിലേ തന്നെ എൻ്റെ അച്ഛനൊക്കെ മരിച്ചുപോയി. അതുകൊണ്ട് ഞങ്ങൾ 3 കുട്ടികളെ വലിയ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വളർത്തിയത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ഭക്തയായി തീരുന്നുണ്ട് അമ്മ. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉറക്കെ പ്രാർത്ഥന ചൊല്ലും. അപ്പോഴേക്കും എൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. കുറച്ച് വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് അവരൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. അവരൊക്കെ പലയിടത്താണ്. ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോൾ വലിയ ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലുന്ന കേൾക്കാം. ആ പ്രാർത്ഥന മിക്കവാറും ഈ നരകവാരിധി നടുവിൽ നിന്ന് തന്നെ കരകയറ്റിയിടണം ശിവശംഭോ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് എന്നിലെ ഒരു ദൈവസങ്കല്പം ഉറയ്ക്കുന്നത്. ഇത് കേട്ടിട്ടാണ് ഈ നരകവാരിധി നടുവിൽ നിന്നെ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ചെറിയ മനസ്സിലുണ്ടാവുന്ന ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ അതിക്രൂരനായിട്ടുള്ളൊരു ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ആ ക്രൂരനായ ദൈവത്തിൻ്റെ ഇച്ഛാനിച്ഛകളാണ് നിങ്ങൾക്ക് നല്ലത് തരണോ ചീത്ത തരണോ എന്ന് തീരുമാനിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ദിവസവും മണിയടിച്ചില്ലെങ്കിൽ ഈ ദൈവം ചിലപ്പോൾ പിണങ്ങും. ഈ ദൈവം പിണങ്ങിക്കഴിഞ്ഞ് നരകവാരിധിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോൾ ആ തരത്തിലുള്ളൊരു ദൈവസങ്കല്പമാണ് മിക്കവാറും പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പലതരം പ്രാർത്ഥനകളിലുള്ളത്. അത് ഏത് മതം ഏത് തരത്തിലുള്ള ആയിക്കൊള്ളട്ടെ, എല്ലാ പ്രാർത്ഥനകളും പേടിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അപ്പോൾ ഈ പേടിപ്പിക്കുന്ന ദൈവം ആണ് മനസ്സിൽ ഉറച്ചിട്ടുള്ളത്. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൂടെ നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഒരു ബലമുള്ള ആളോട് കൂടെ നിൽക്കാൻ ആവശ്യപ്പെടുന്ന പോലെയാണ്. നമ്മുടെ ഇങ്ങനെ ആ ബലമുള്ള ആൾ എൻ്റെ അടുത്തും വരാം, ചിലപ്പോൾ അപ്പുറത്തും പോവാം. അപ്പം നമ്മളിങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ കൂടെ നിർത്തണം. ഇങ്ങനെയാണ് ഒരു ദൈവസങ്കല്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ ദൈവസങ്കല്പം ഒക്കെ ഉറച്ചതിന് ശേഷം ഈ വെക്കേഷൻ കാലത്ത് ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. ഒരു കുറച്ച് ദൂരത്ത് അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നു. വെക്കേഷന് അന്ന് സാധാരണ കുട്ടികളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണല്ലോ ബന്ധുവീടുകളിൽ താമസിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ടൂർ പോവുകയാണ് ചെയ്യുക. അന്ന് അങ്ങനെയല്ല, നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബന്ധുവീട്ടിൽ താമസിക്കുമ്പോൾ, അമ്മാവൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ആ രാത്രി ചെന്ന ദിവസം തന്നെ രാത്രി ഈ അമ്മാവൻ്റെ അച്ഛനുണ്ട്, കുറച്ച് പ്രായമായിട്ടുണ്ട്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. നേരിട്ടുള്ള ശിഷ്യൻ ആണോന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഗുരുവിൻ്റെ ഒരു ശിഷ്യത്വം മനസ്സാ സ്വീകരിച്ച ഒരാളായിരുന്നു. അപ്പം അന്ന് രാത്രി കേൾക്കുന്ന പ്രാർത്ഥന, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, ദൈവദശകാണ് കേൾക്കുന്നത്. നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻപദം എന്ന് പറയുന്ന തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി വിറയ്ക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇതൊരു പ്രാർത്ഥനയാണെന്ന് വിചാരിക്കുക. കാരണം എന്താണെന്നറിയോ, അതിന് ദൈവത്തിനെ നീ എന്നാണ് വിളിക്കുന്നത്. നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻപദം, അല്ലേ? നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ജ്ഞാനം, നീ തന്നെ ജ്ഞാനം ആനന്ദം ഒക്കെ പറയുന്നുണ്ടല്ലോ. മുഴുവൻ നീ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഈ നരകവാരിധിയെ ഒക്കെ കൈ നരകവാരിധി എന്നൊക്കെ നമ്മളെ വാരി എടുക്കണ്ട. എന്താ പറയുക, ഒരു ചെറിയ വാക്ക് പോലും താന്നു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ദൈവത്തിൽ നിന്ന്
നീന്ന് വിളിക്കുന്ന ഒരു ദൈവത്തിനെ കാണുകയാണ്. അപ്പം ഈ നീന്ന് വിളിക്കുന്നത് പേടിച്ചിട്ട് ഞാൻ അമ്മോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും. എനിക്ക് ആ പ്രാർത്ഥനയൊന്നും പിന്നീട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പം അന്ന് മാത്രമല്ല ഇപ്പോഴും പല ഭാഗവും മനസ്സിലായിട്ടില്ല. ശ്രീനാരായണഗുരുവിൻ്റെ പല കവിതകളുടെയും പല ഭാഗവും ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ നമ്മൾ തുനിയുന്നത്. അപ്പോൾ അമ്മോട് ചോദിക്കുക, എന്താ ഈ സംഗതി എന്ന് ചോദിക്കുകയാണ്. സംഭവം അതിൽ ഒരു സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നീ തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ തന്നെ എന്നാണ് പറയുന്നത്. അതിൽ നീന്ന് നമ്മൾ വിളിക്കുക. എൻ്റെ മനസ്സിൽ അന്നുള്ളത് ഒപ്പമുള്ള ആൾക്കാരെയാണ്. ഒരു അര വയസ്സ് 6 മാസം മൂപ്പുള്ളവരെ വരെ നീന്ന് വിളിക്കാൻ നമുക്ക് പേടിയാണ്. നമ്മൾ പഠിച്ചിട്ടില്ല അങ്ങനെ. അപ്പോൾ ഈ 6 മാസം അല്ലെങ്കിൽ 1 മാസം മൂപ്പുള്ളവരെ വരെ വിളിക്കാത്ത പേരാണ് ഈ ദൈവത്തിനെ കയറി വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തറയിൽ നിർത്തുക ദൈവത്തിനെയും തന്നെ. ഇത് എൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ദൈവാനുഭവം ആയിട്ട് ഞാൻ കരുതുന്നു. ശ്രീനാരായണ ഗുരു ചെയ്തത് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായത് ഈ ദൈവസങ്കല്പത്തിനെ ആ രീതിയിൽ മാറ്റി എഴുതുന്നുണ്ട്. മുഴുവൻ കവിതകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ദൈവസങ്കല്പത്തെ അല്ലെങ്കിൽ ഇപ്പം ബംഗാളി നവോത്ഥാനത്തിലൊക്കെ സംഭവിക്കുന്നത് യുക്തിവാദത്തോളം എത്തുന്ന ഒരു രീതി കൊണ്ട് നേരിടുകയാണ്. ഇപ്പോൾ രാജാറാം മോഹൻ റായിൻ്റെ ആദ്യത്തെ പുസ്തകമുണ്ട്, തുഹഫത്ത് ഉൽ മഹാവുദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകമുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അറബി ഭാഷയൊക്കെ പഠിച്ചിട്ട് എഴുതുന്ന പുസ്തകമാണ്. ഇതിൽ ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ ദൈവം ഉണ്ടായിക്കൊള്ളട്ടെ, കുഴപ്പമില്ല, ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് ഞാൻ അംഗീകരിക്കുന്നത് എൻ്റെ തുന്നൽക്കാരൻ എന്നെ പറ്റിക്കാനുള്ള അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും സേവനം ചെയ്തു തരുന്ന ഒരാൾക്ക് എന്നെ പറ്റിക്കാനുള്ള ഒരു സാഹചര്യത്തെ ദൈവപ്പേടി കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ തുന്നൽക്കാരൻ എന്നെ പറ്റിക്കാത്തത്, എന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടുതൽ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ദൈവകോപം കിട്ടും എന്നുള്ള പേടി കൊണ്ടാണ് അയാൾ പറ്റിക്കാതിരിക്കുന്നത് എന്നതുകൊണ്ട് ദൈവസങ്കല്പം ഉണ്ടായിക്കോട്ടെ എന്നാണ് രാജാറാം മോഹൻ റായ് പറയുന്നത്. അപ്പം ബംഗാളി നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു എലീറ്റ് നവോത്ഥാനമായിരുന്നു. എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും മുകളിലെ ആൾക്കാരിൽ നിന്ന് വരുന്ന നവോത്ഥാനമായിരുന്നു, ഭദ്രലോകിയിൽ നിന്ന് വരുന്ന നവോത്ഥാനമായിരുന്നു. അതുകൊണ്ട് അവർ യുക്തിവാദത്തോളം എത്തുന്ന ഒരു ദൈവസങ്കല്പമാണ് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് പിന്നീട് വരുമ്പോൾ അക്ഷയ് കുമാർ ദത്ത് എന്നൊക്കെ പറയുന്ന യങ് ബംഗാൾ സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ട് ദൈവസങ്കല്പത്തെ തട്ടിക്കളഞ്ഞുകൊണ്ട് ഒരു യുക്തിവാദ പ്രസ്ഥാനമൊക്കെ തുടങ്ങി വയ്ക്കുന്നു. 2-3 ശാഖയായിട്ടൊക്കെ തിരിയുന്നുണ്ട്. ഇപ്പം ബ്രഹ്മസമാജം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ തനി യുക്തിവാദം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സമത്വത്തിലേക്കുള്ളൊരു പാത അത് തെളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സമത്വത്തിലേക്കുള്ള പാതയിൽ വലിയ തടസ്സമായിട്ടൊരു ദൈവസങ്കല്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ മാറ്റണം എന്ന് പറയുന്ന തരത്തിലേക്കാണ് ബംഗാളി നവോത്ഥാനം വികസിക്കുന്നത്. ഇപ്പോൾ സമ്യ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബന്ധം, ബങ്കിംചന്ദ്രൻ്റെ പ്രബന്ധം എത്തുമ്പോഴേക്കും ഈ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. മനുഷ്യർക്കിടയിലെ വൈരുദ്ധ്യങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന തരത്തിൽ അവരുടെ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ധാര, അങ്ങനെ ഒരു പാരമ്പര്യം അവിടെ എത്തുന്നുണ്ട്. അതായത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ജാതിയിൽ ഉയർന്ന ആളും ജാതിയിൽ താഴ്ന്ന ആളും, അതുപോലെ തന്നെ വെള്ളക്കാരനും ഇന്ത്യക്കാരനും, അതുപോലെ തന്നെ പണമുള്ളവനും പണമില്ലാത്തതും. ഇങ്ങനെ 3 വൈരുദ്ധ്യങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ 3 തരം വൈരുദ്ധ്യങ്ങൾ, ഒന്ന് ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ളൊരു വൈരുദ്ധ്യം, ജാതിയിൽ ഉയർന്ന ആൾക്ക് തന്നെത്താൻ പ്രിവിലേജുകൾ തന്നെത്താൻ കിട്ടുന്നു, താഴ്ന്ന ആൾക്കാർക്ക് ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തുന്നില്ല. ഈ പറയുന്ന കോൺട്രഡിക്ഷൻ. രണ്ടാമത്തത് ഈ റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്ന കോൺട്രഡിക്ഷൻ, പുതിയ കാലം കൊണ്ടുവന്നത്. മൂന്നാമത്തത് ഇന്ത്യയിലെ കൊളോണിയലിസം കൊണ്ടുവന്ന വെള്ളക്കാരൻ്റെ ഭരണം, അതിലെ കീഴിൽ അനുഭവിക്കുന്ന കറുമ്പരായ നമ്മൾ എന്ന് പറയുന്ന കോൺട്രാഡിക്ഷൻ. ഇങ്ങനെ ഒരു 3 കോൺട്രാഡിക്ഷനിലൊക്കെ ഇതെത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കേരളത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഈ ധാര ആണ് യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയത്തിലേക്കൊക്കെ, ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ മണ്ഡലം നിയന്ത്രിക്കുന്നതിലേക്കൊക്കെ എത്തുന്നത് ഈ ബംഗാളി നവോത്ഥാനത്തിൻ്റെ ഒരു യുക്തിവാദ പരിസരം ആണെന്ന് പറയാം. നമ്മളെല്ലാത്തിനെയും റിനൈസൻസ് വിളിക്കുന്നതുകൊണ്ട് പലപ്പോഴും കേരളത്തിലെ റിനൈസൻസിൻ്റെ ചിലതരം പ്രത്യേകതകൾ കാണാതെ പോകുന്നു. ഇപ്പോൾ കേരളത്തിലെ റിനൈസൻസ് വരുമ്പോൾ ശ്രീനാരായണ ഗുരു ചെയ്തത് ഇങ്ങനെയല്ല, മറിച്ച് ഈ
ഒന്ന്, അത് അടിത്തട്ടിലെ നവോത്ഥാനമാണ്, നമുക്കറിയാം. ഏറ്റവും താഴ്ന്ന ജാതികളിൽ നിന്നാണ് നവോത്ഥാനം ആരംഭിക്കുന്നത്. നവോത്ഥാനത്തിൻ്റെ ഒരു ഭൗതിക വശം അത്. ഇപ്പോൾ 1905 SNDP ഉണ്ടാകുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യരാണ് സംഘടിക്കണം എന്നൊക്കെ പറയുന്ന ആശയത്തിലേക്ക് പോകുന്നത്. അവരാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടാക്കുന്നത്, അവരാണ് വഴിനടപ്പ് സമരങ്ങൾ ഉണ്ടാക്കുന്നത്, അവരാണ് കേരളത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ തരം കാര്യങ്ങൾക്കും വേണ്ടി നിലകൊണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ശ്രീനാരായണ ഗുരുവിന് റോളും കിട്ടുന്നുണ്ട്, പലതരം റോള് കിട്ടുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ ഏറ്റവും തീവ്രവാദപരമായ റോൾ എടുക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. എല്ലാവരും ഗാന്ധിജി അടക്കം നിങ്ങൾ പിന്മാറി സമരം ചെയ്ത് പോകണമെന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്നത്, നിങ്ങൾ വഴി കയറി നടന്നിട്ട് എന്താ കാര്യം, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവരടിക്കും, അടി വാങ്ങുക, വീണ്ടും അടിക്കും, വീണ്ടും വാങ്ങുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു തീവ്രവാദപരമായിട്ടുള്ള നിലപാട് എടുത്തിട്ട് നിൽക്കുന്നത് ശ്രീനാരായണ ഗുരു ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ ഭൗതികത എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവസങ്കല്പവും ജീവിത സങ്കല്പവും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും കൽപ്പിക്കുന്നില്ല. നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് പറയുന്ന 3 ദൈവത്തിൻ്റെ ഒരു വലിയ ഡെഫിനീഷൻ ഈ പറയുന്ന ആലുവയിലെ അന്ധവിദ്യാർത്ഥികൾക്ക് പാടാൻ എഴുതി കൊടുത്താണ് ഈ കവിത എന്ന് ഓർക്കണം. അല്ലാതെ ഒരു പ്രാർത്ഥനാ ഗാനമായിട്ട് എഴുതി കൊടുത്തതാണ്. അതിലെത്ര ലെയറാണ് ഉണ്ടായെന്ന് ഓർക്കണം. ഈ ഒരു വലിയ ഒരർത്ഥത്തിൽ ഈ ദർശനം എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതികളെ ദൈനംദിനതയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് പ്രാർത്ഥനയായിട്ട് കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് മാറ്റി എഴുതുന്ന ഒരു സംഗതി, ആ ഒരു ദർശനാണ് യഥാർത്ഥത്തിൽ യതീനെയും അതിനു മുമ്പ് നടരാജ ഗുരുവെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പൊതുവേ പഠിക്കുമ്പോൾ സാധാരണയായിട്ട് ആളുകൾ പറയുക യതിയും നടരാജ ഗുരുവൊക്കെ ഫിലോസഫിക്കലായിട്ടുള്ള ഗുരുവിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള അംശങ്ങളെ പിന്തുടർന്നു. അതേസമയം അവർ ഒരിക്കലും സോഷ്യലായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഗുരുവിൻ്റെ ഇടപെടലുകളെ മുഴുവൻ നിരാകരിക്കുകയാണ് ചെയ്തതെന്നാണ് പൊതുവേ ഉള്ള ധാരണ. ആ ധാരണ ഒരു സന്ദർഭം വരെയൊക്കെ ഉപകരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യൻ സിറ്റുവേഷനിൽ ഈ ദൈവസങ്കല്പത്തെ മാറ്റി എഴുതുന്നത് ഈ പറയുന്ന നമ്മളീ പറഞ്ഞ പുരോഗാമികൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. എന്ന് പറഞ്ഞാൽ ഈ രാജാറാം മോഹൻ റായ് തൊട്ട് ബങ്കിം ചന്ദ്രൻ വരെ ദൈവത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിലും അവർ വേറൊരർത്ഥത്തിൽ ദൈവത്തിൻ്റെ റോൾ എടുക്കുന്ന മനുഷ്യരെയാണ് പകരം വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയല്ല, വേറെ വല്ലവരെയും ഹിംസിക്കാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഈ ദൈവസങ്കല്പത്തെ ഒരു ശൂന്യസങ്കല്പമായിട്ട് മാറ്റി എഴുതുന്നത്. അത് യുക്തിവാദം എന്ന് വിളിക്കുന്നതിലേക്ക് നല്ലത് ഒരു ശൂന്യ ദൈവസങ്കല്പം, ആ സ്ഥലത്തേക്ക് മനുഷ്യർ ആ റോൾ ഏറ്റെടുത്ത് വരുന്ന ഒരു ശൂന്യ ദൈവസങ്കല്പമായിട്ട് കാണുകയായിരിക്കും കുറേം കൂടി കാര്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പം. ഇപ്പുറത്ത് ശ്രീനാരായണ ഗുരു പോലെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമുക്കൊപ്പമുള്ളൊരു ദൈവം, നമ്മളുടെ കൂരയിൽ വന്നിരിക്കുന്ന ദൈവം, നമ്മുടെ തൊട്ടടുത്ത് നമ്മളുടെ അവസ്ഥയിൽ വന്നിരിക്കുന്ന ദൈവത്തെ നിർണയിക്കുന്നുണ്ട്. ഇതൊക്കെ പോയിട്ട് ഇപ്പോൾ വരുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു മതത്തിനെതിരെ നിൽക്കുന്ന ഈ അയോധ്യയിൽ ഉണ്ടായ ക്ഷേത്രത്തിലെ ദൈവം രാമൻ എന്ത് രാമനാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് രാമസങ്കല്പത്തിനപ്പുറം അത് ഒരു പള്ളി പൊളിച്ചുണ്ടായിട്ടുള്ള രാമനാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടുള്ള രാമനാണ്. രാമായണത്തിൽ മുസ്ലിം ഒന്നുമില്ല, നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിൻ്റെ രാമനാണ്. എന്ന് പറഞ്ഞാൽ പുതിയൊരു ദൈവസങ്കല്പത്തിൻ്റെ എഴുത്ത് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ആ ദൈവസങ്കല്പത്തിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് ഈ പഴയ പറഞ്ഞ ഈ നരകവാരീതിയൊക്കെ തരുന്ന, നിങ്ങൾക്ക് നരകവും സ്വർഗവും തരാൻ ശക്തിയുള്ള, നിങ്ങളെ ഈ രാജ്യത്ത് നിർത്തണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ ശക്തിയുള്ള ഒരു ഇരുമ്പ് ദൈവത്തിനെ, ഒരു ഉരുക്ക് ദൈവത്തിനെ വീണ്ടും വീണ്ടും ഇപ്പോൾ എഴുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദൈവം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് പഴയ പോലെ യാഥാസ്ഥിതിക ബ്രാഹ്മണിസത്തിൻ്റെ ദൈവസങ്കല്പമല്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുവൊക്കെ അതിനെ എതിർത്തിട്ടുണ്ട്. അതുമായിട്ട് പലതരത്തിലുള്ള കോൺട്രാഡിക്ഷന് പോയിട്ടുണ്ട്. ഞാൻ പ്രതിഷ്ഠിച്ചത് എൻ്റെ ശിവനെയാണ്, നമ്മുടെ ശിവനെയാണെന്നൊക്കെ പറയുന്നത് തൊട്ട് തുടർച്ചയായിട്ട് ഈ ഒരു ബ്രാഹ്മണി വ്യാഖ്യാനത്തിനെതിരെ ഒരു ബഹുജന വ്യാഖ്യാനം, ദൈവസങ്കല്പത്തിന് ഒരു ബഹുജന വ്യാഖ്യാനത്തിൻ്റേതായിട്ടുള്ള വലിയ ബഹുലത
ശ്രീനാരായണ ഗുരുവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ യാഥാസ്ഥിതികമായ ഒരു ബ്രാഹ്മണ്യത്തിനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നും. അതല്ല, യാഥാസ്ഥിതികത വേറൊരു തരത്തിൽ പാവപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ ഒരു സവർണ മതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അയാൾ കാണുന്ന അയാൾക്ക് പ്രയോറിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പുറത്ത് ചെന്നാൽ അയാളെക്കാളും വലിയ ആ പറമ്പിൽ പണിയെടുക്കുന്ന ആൾ അയാളെ തൊഴും. അതിനപ്പുറം കാണുന്ന സ്കൂളിൽ അയാളെക്കാളും സോഷ്യൽ സ്റ്റാറ്റസ് താഴെയുള്ള ടീച്ചർമാർ തൊഴും. അപ്പോൾ ഇങ്ങനെ അയാൾ വിചാരിക്കുന്നത് എന്താ, ഞാൻ അങ്ങനെയുള്ള മനുഷ്യനാണ്. ഏറ്റവും താഴേക്കിടയുള്ള മനുഷ്യർ വിചാരിക്കുന്നത് എന്താ, എനിക്ക് ഈ എൻ്റെ വിധിയാണ്, ഈ ദൈവകോപം മൂലം ഞാൻ ഏറ്റുവാങ്ങേണ്ട വിധിയാണെന്ന് വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ള അവസ്ഥയാണ്, ഒരു ശീലമാണ്. ഈ ശീലം പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. ഇതാണ് നവോത്ഥാനത്തിലെ വലിയ സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ ശീലങ്ങൾ മാറേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന വൈഷമ്യങ്ങളായിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് അത് ഒരു ഫാസിസ്റ്റ് ദൈവക്രമമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിശാലമായ ദൈവസങ്കല്പം ഉള്ളിൽ കരുതിയില്ലെങ്കിൽ നമ്മൾ നാളെ അയോധ്യയ്ക്ക് ടൂറ് പോവും. അവിടെ ഉണ്ടാക്കിയ ഈ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ ദൈവത്തിനെ എന്തൊരു വലിയ ദൈവമാണെന്ന് വിചാരിക്കും. ആ ദൈവം ബാബറിനെ എതിർത്ത് ഇന്ത്യക്ക് മോചനം നേടിയ ഒരാളാണെന്ന് നമ്മൾ വിശ്വസിക്കും. ഇങ്ങനെ വലിയ ഭീകരമായിട്ടുള്ളൊരു ദൈവസങ്കല്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ യതിയിലേക്കൊക്കെ നടരാജഗുരുവിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോൾ എന്താണ് യതിയുടെ ആത്മീയ സങ്കല്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മീയ സങ്കല്പത്തിലെ സാമൂഹികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന ആളും താനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മറ്റേത് കാര്യത്തിനേക്കാളും അധികം അത് സ്നേഹബന്ധമാണെന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട്. അത് ഈ അപരബന്ധം എന്ന് പറയുന്ന അപരനും താനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയുന്നത് ഈ ഷൗക്കത്ത് എഡിറ്റ് ചെയ്ത ആ പുസ്തകങ്ങളുടെ എഴുത്തുകളിൽ മുഴുവൻ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുക. ഞാനും അപരനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ഇന്ത്യയിലെ പ്രാചീനമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, മുമ്പേ തൊട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഞാനും? ആ അപരത്വം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മുമ്പിൽ വരുന്ന മനുഷ്യനാവും, ചിലപ്പോൾ അത് പ്രകൃതിയാവും, ചിലപ്പോൾ പ്രപഞ്ചമാവും, ചിലപ്പോൾ അത് ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റായിട്ട് മാറും. ഈ അപരബന്ധം എന്ന് പറയുന്നത് താനും അപരനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നിങ്ങൾ നിർണ്ണയിക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള പാലം എന്ന് പറയുന്നത്. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് പറയുന്ന ഒരു ഹാർമണിയാണ് ലോകം എന്ന് പറയുന്ന ഒരു വലിയ ദർശനം അദ്ദേഹം ചുറ്റും പ്രസരിച്ചിരുന്നു. അത് ഈ ലോകം തന്നെ ഹാർമണിയാണെന്ന് കിട്ടുന്നത് അത് ഇന്ത്യയിൽ നിന്ന് കിട്ടുള്ളൂ. അത് പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പണ്ഡിത രമാബായിയെ പറ്റിയിട്ടൊരു സ്ത്രീ എസ്മായ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പണ്ഡിത രമാബായി നമ്മൾ ആലോചിക്കും, നമുക്ക് വിവേകാനന്ദനെ കുറിച്ച് അറിയാം. വിവേകാനന്ദ ചിക്കാഗോയിൽ ചെന്നിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തി, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആൾക്കാർ കൈയടിക്കുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ പണ്ഡിത രമാബായും ചിക്കാഗോയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ചിക്കാഗോയിൽ അവർ പ്രസംഗിച്ചത് ഈ അഹം ബ്രഹ്മാസ്മി എന്നോ തത്വമസി എന്നോ ലോക സമസ്ത സുഖിന ഭവന്തു എന്ന് പറയുന്ന വചനങ്ങളെ കുറിച്ചൊന്നുമല്ല, മറിച്ച് ഈ ജാതി വ്യവസ്ഥ മൂലം ജനിക്കുന്നത് മുതൽ ഒരാൾ പാപിയാണെന്ന് പറയുന്ന ഇന്ത്യയുടെ അവസ്ഥയെ പറ്റിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചണ്ടാല ഭിക്ഷുകി 100-ാം വർഷം ആഘോഷിച്ചു നമ്മൾ, കുമാരനാശാൻ്റെ. ഈ ചണ്ടാല ഭിക്ഷുകിയിൽ ഈ സ്ത്രീ വന്നിട്ട് ആ കുട്ടി വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നീചനാരി എന്നാണ് സ്വയം വിളിക്കുന്നത്. അവരാണ് പറയുന്നത്, വേറെ ആളല്ല. നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാനാണ് ഏറ്റവും നീചയായ നാരി ഈ ലോകത്ത്. ആ കുട്ടി കൗമാരത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഗതി ഭീകരമായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ ശ്രീനാരായണ ഗുരുവും ഒക്കെ ഉണ്ടായിട്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫി ഒക്കെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് സ്നേഹം എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടാവുന്നത്. അതുവരെ ഈ സ്നേഹമതം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറിയ ചില സ്ഥലങ്ങളിൽ മാത്രമേ സ്നേഹമുള്ളൂ. മറിച്ച് സ്നേഹം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബലമാവുന്നത്, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഒരു രാഷ്ട്രീയ ബലം ആവുന്നത് ഈ പറയുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഇത് യതി വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു. യതിയുടെ ഏത് തരത്തിൽ ആ കത്തുകളിൽ കൂടെ മുഴുവൻ കടന്നു പോകുമ്പോൾ പലതരത്തിൽ, ഇപ്പോൾ ജയമോഹൻ എഴുതിയ കത്തിൽ
മുഴുവൻ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമ്പൂർണ്ണത, ഹോളിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥ, ഇത്തരം ആശയങ്ങൾ, ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ്, ആ ഫ്രാഗ്മെൻറ്റേഷനും തന്നെ നമ്മൾ ചെറുതായ സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ ഇതും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത്. നടരാജ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സങ്കല്പങ്ങളായ സാപേക്ഷത, നിരപേക്ഷത എന്ന് പറയുന്ന ആബ്സല്യൂട്ട് എന്ന് പറയുന്ന സങ്കല്പം ഇതെങ്ങനെ വേർതിരിക്കുന്നു. യതി ഒരിടത്ത് പറയും, നിങ്ങൾ എപ്പോഴും വിശന്നുകൊണ്ടിരിക്കും. നമുക്ക് കാലത്ത് ഭക്ഷണം കഴിച്ചാൽ ഉച്ചയാകുമ്പോൾ വീണ്ടും വിശക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വിശക്കും. അപ്പം നമ്മൾ വിശപ്പ് എന്ന് പറയുന്ന ഒരു നിരപേക്ഷ സങ്കല്പമാണ്, അത് ഒരു ആബ്സല്യൂട്ടായ സങ്കല്പമാണ്. പക്ഷേ കാലത്തെ വിശപ്പും ഉച്ചത്തെ വിശപ്പും വൈകിട്ടത്തെ വിശപ്പും എന്ന് പറഞ്ഞാൽ സാപേക്ഷമായിട്ടുള്ള സങ്കല്പമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ പറയും, ഏത് സന്യാസിയായാലും നമുക്ക് വിശന്നാൽ ഭക്ഷണം കഴിക്കണം, വെള്ളം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഈ കായികതയുടേതായിട്ടുള്ള ഒരു സംസ്കാരത്തെ നോക്കിക്കാണുന്നുണ്ട്. ഇതൊക്കെ കാണണമെങ്കിൽ ഇന്ത്യയിൽ ആ ഒരു ട്രഡീഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഒരു റെബല്യസ് ട്രഡീഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബസവണ്ണ കായികതയെ ഈ പറയുന്ന ഒരു വലിയ ഫിലോസഫിക്കലായി ചാതുർവർണ്ണയത്തെ പ്രസരിപ്പിച്ചിരുന്ന കാലത്ത് കായികതയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 12-ാം നൂറ്റാണ്ടിൽ വചനകവികളിൽ മുഴുവൻ കാണാവുന്ന സങ്കല്പമാണ്. ഈ സങ്കല്പം ഒരു സന്ദർഭത്തിൽ യതിയുടെ ഈ പറയുന്ന വാചകങ്ങളിൽ കൂടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കണ്ടിട്ടുള്ള ഒരു റെബല്യസ് ആയിട്ടുള്ള സന്യാസി സങ്കല്പങ്ങൾ, റെബല്യസ് ആയിട്ടുള്ള ആത്മീയ സങ്കല്പങ്ങൾ മുഴുവൻ ഒരർത്ഥത്തിൽ സാമൂഹികമായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ സാമൂഹികമായ പ്രശ്നങ്ങളെ അവ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. മാത്രമല്ല ആ കാര്യങ്ങളെ ഒരു വേദിയിലേക്ക്, വലിയ തരത്തിലുള്ള ഒരു ബഹുജനത്തിൻ്റെ നടുക്കിലേക്ക് കൊണ്ടുപോകാനും നിരന്തരം അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ സങ്കല്പങ്ങൾ, സ്നേഹം എന്ന് പറയുന്ന സങ്കല്പം, അഹിംസ എന്ന് പറയുന്ന സങ്കല്പം, ജാതിവിരുദ്ധമായ ആത്മീയത എന്ന് പറയുന്ന സങ്കല്പം, അല്ലെങ്കിൽ അതിനെ ഒരു ലോകദർശനമായിട്ട് വികസിപ്പിക്കേണ്ട സങ്കല്പം എന്ന് പറഞ്ഞാൽ, ഇപ്പം ജാതിഭേദം, മതദ്വേഷം എന്ന് പറയുമ്പോൾ ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേരള കോണ്ടെക്സ്റ്റിൽ മാത്രം വായിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരെ വായിക്കാം. അതിനപ്പുറത്ത് വായിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അത് റേസാവും, അത് രാജ്യാതിർത്തിയാവും. ഇതിനൊക്കെ വിട്ടിട്ടുള്ളൊരു മനുഷ്യസങ്കല്പത്തിലേക്ക് നിരന്തരം മലയാളികളെ മാത്രമല്ല, മലയാളികളെ കൊണ്ടുപോകുന്നത് നമുക്കറിയുള്ളൂ, അവരോട് സംസാരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. മലയാളികളെ നിരന്തരം ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ അത് യതി പലതരത്തിൽ പരിശ്രമിച്ചിരുന്നു. ആ പരിശ്രമങ്ങളുടെ ഉള്ളിൽ ഒരർത്ഥത്തിൽ ഒരു വലിയ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടും ഉൾച്ചേർന്നിരുന്നു. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യതി നമ്മളെ ആധുനികരാക്കാൻ നോക്കി. ഇപ്പോൾ റൂമിയെ പോലെയുള്ള ഒരാളെ കൊണ്ടുവരുന്നു, സൂഫിസം കൊണ്ടുവരുന്നു. ഇതൊക്കെ നമ്മളെ മറ്റൊരു തരത്തിൽ ആധുനികരാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വലയം വിട്ടിട്ട്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ അതിർത്തി വിട്ടിട്ട്, ദേശത്തിൻ്റെ അതിർത്തി വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആധുനികരാക്കാൻ നോക്കുന്നു, പുതിയൊരാത്മീയത കൊണ്ടുവരുന്നു. അതിന് ജാതിയോ മതമോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല, പുതിയൊരാത്മീയത കൊണ്ടുവരുന്നു. അതുപോലെ സ്നേഹം എന്ന് പറയുന്നത് പുതിയൊരു ഇക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇക്വാളിറ്റി, ബന്ധങ്ങളിലെ സമത്വം കൊണ്ടുവരണമെങ്കിൽ അത് നിങ്ങൾ എന്താ പറയുക, 2 പേർ വിവാഹം കഴിക്കുന്നതിന് ഇന്ന ചട്ടങ്ങൾ വേണമെന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് സ്നേഹം എന്ന് പറയുന്ന ഒരു തലം ഉണ്ടാക്കണം. അത് ശ്രീനാരായണ ഗുരു എന്ന് മാത്രമല്ല, ശ്രീനാരായണ ഗുരു യതി കുമാരനാശാൻ അഗാധമായി പഠിച്ച ആളാണ്. കുമാരനാശാന് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, നവോത്ഥാനത്തിൽ ഈ സ്ത്രീ പുരുഷ ബന്ധം വലുതായിട്ട് ചർച്ച ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തൻ്റെ കൃതികളിൽ മുഴുവൻ ആ കാര്യമാണ് എഴുതി വെച്ചത്. അത് യതി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ ഈ സ്ത്രീ പുരുഷ ബന്ധം പരിഹരിക്കണമെങ്കിൽ കേരളം പോലെ അന്ന് ജാതിയിൽ കിടന്ന് മറയുന്ന ഒരു സ്ഥലത്ത് സ്നേഹം എന്ന് പറയുന്ന ഒരു പുതിയ അടിത്തറ ഉണ്ടാക്കണം, പുതിയൊരു ലോകം ഉണ്ടാക്കണം. അതിൽ കൊണ്ടുവച്ചാലേ ഇക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി വരുള്ളൂ. അപ്പം ഇങ്ങനെ ഇന്ത്യയുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന ഈ 3 ഘടകങ്ങളിലും യഥാർത്ഥത്തിൽ ഇവർ വലുതായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടലുകൾ നമ്മൾ പുതുതായിട്ട് വിളിച്ചു പറയേണ്ടതാണ് ഇന്ത്യക്ക് കൊടുക്കാവുന്ന ഒരു ശമനൌഷധം. ഇത്രമാത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നന്ദി.
ഓവറോൾ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു സംക്ഷിപ്തമാണ് ഗോപികൃഷ്ണൻ പറഞ്ഞു നിർത്തിയത്. പറയാൻ വളരെ എളുപ്പമുള്ള, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ ജനാധിപത്യം എന്നോ പൗരബോധം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിഷമാണ്. പക്ഷെ സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പക്ഷെ അത് എത്ര പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് നമ്മളിന്ന് രാവിലെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. വളരെ എളുപ്പത്തിൽ പറയാവുന്നതും എന്നാൽ തന്നെ പോലെ തന്നെ ഒരാളാണ് അപ്പുറത്തിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ അവരോട് പെരുമാറുക എന്ന് പറയുന്നത്, മര്യാദക്ക് പെരുമാറുക എന്ന് പറയുന്നത്, പെരുമാറി തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആ ഒരു വിഷയം എത്ര സങ്കീർണമാണ്. തൊട്ടടുത്തിരിക്കുന്ന ആളെ സ്നേഹിക്കുക എന്ന് പറയുന്ന വിഷയം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയം തന്നെ അവസാനിപ്പിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു സെഷൻ അവസാനിക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ആളെ സ്നേഹിക്കണമെങ്കിൽ അത്രമാത്രം നമ്മളോട് സമരം ചെയ്തേ പറ്റൂ. നമ്മളുടെ താല്പര്യങ്ങളോട്, ഇച്ഛകളോട്, പലതരത്തിലുള്ള ദുരഭിമാനങ്ങളോട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തരത്തിലുള്ള ശീലങ്ങളോട് നിരന്തരം സമരം ചെയ്താൽ മാത്രമേ അപ്പുറത്തിരിക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കാൻ കഴിയുള്ളൂ. അതിന് നമുക്ക് സാധിക്കട്ടെ. ആ ഒരു സമരം അവരവരോടും കൂടി നടത്തേണ്ട ഒരു സമരത്തിലേക്ക് നമ്മുടെ യാത്ര തുടരാനാവട്ടെ. ഇനി നമുക്കുള്ളത് ചായ കുടിച്ചിട്ട് കുറച്ച് സമയം ഉമ്മ പാടും. ഒരു വളരെ കാഷ്വലായിട്ടുള്ള കുറച്ച് പാട്ടുകൾ പാടി അതും കൂടി കേട്ടിരുന്ന് അതിനിടയിൽ പോകുന്നവർക്ക് മെല്ലെ 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 പിരിഞ്ഞു പോവാം. ഈ ഒരു ദിവസം ഇങ്ങനെ വന്നതിന്, ഒരുമിച്ചിരുന്നതിന്, ഇനിയും നമ്മുടെ തുടർന്നുള്ള യാത്രകളിൽ ഇന്ന് ഗോപി പറഞ്ഞ പോലെ കണ്ണടച്ചിരുട്ടാക്കാതെ, ഒരു ബ്ലൈൻഡ്നെസ് ഇല്ലാതെ നമുക്ക് എവിടെയൊക്കെയാണോ വിഭാഗീയതയുടെ ലോകങ്ങൾ ഉണ്ടായി വരുന്നത് അവിടെയൊക്കെ തൊട്ടടുത്തിരിക്കുന്ന ശത്രുക്കളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഉള്ളവരെ ചേർത്ത് പിടിക്കാനും അവരോട് ചേർന്നിരിക്കാനും സ്നേഹം ഒരു പശ്ചിമയായി നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. നമസ്കാരം. ഒരു ബിന്ദുവായി ഞാൻ ഒഴുകി വന്നു, ഒരു സിന്ധുവായി നീ പുൽകി എന്നെ. വിരിയുമൻ ആത്മാവിൽ പൂർണിമ നീ, അലിയുന്നു നിന്നിൽ ഞാൻ നിത്യമായി നിത്യമായി. ഒരു ബിന്ദുവായി ഞാൻ ഒഴുകി വന്നു, ഒരു സിന്ധുവായി നീ പുൽകി എന്നെ. വിരിയുമൻ ആത്മാവിൽ പൂർണിമ നീ, അലിയുന്നു നിന്നിൽ ഞാൻ നിത്യമായി നിത്യമായി. എത്രയോ ജന്മങ്ങൾ സ്വപ്നമായി നിന്നിലണയുവാൻ മോഹമേറ്റി. എത്രയോ ജന്മങ്ങൾ സ്വപ്നമായി നിന്നിലണയുവാൻ മോഹമേറ്റി. ഞാൻ കണ്ട സ്വപ്നങ്ങൾ എത്ര തുച്ഛം, നീ ആനന്ദ സാഗര ബ്രഹ്മതത്വം. നീ ആനന്ദ സാഗര ബ്രഹ്മതത്വം. നീ ആനന്ദ സാഗര ബ്രഹ്മതത്വം. ഒരു ബിന്ദുവായി ഞാൻ ഒഴുകി വന്നു, ഒരു സിന്ധുവായി നീ പുൽകി എന്നെ. വിരിയുമൻ ആത്മാവിൽ പൂർണിമ നീ, അലിയുന്നു നിന്നിൽ ഞാൻ നിത്യമായി നിത്യമായി. ദൂരത്തു നീലിമ മാത്രമായി ശോഭിച്ച നീ ഇന്നെന്നമ്മ കാരുണ്യവാരിധി. ദൂരത്തു നീലിമ മാത്രമായി ശോഭിച്ച നീ ഇന്നെന്നമ്മ കാരുണ്യവാരിധി. സൂര്യനിൽ മോഹം ജനിച്ചു ഞാൻ പിന്നെയും, അന്തരീക്ഷത്തിൽ ഒരാവിയായി മാറുന്നു.
അന്തരീക്ഷത്തിൽ ഒരാവിയായി മാറുമോ? സൂര്യനിൽ മോഹം ജനിച്ചു ഞാൻ പിന്നെയും അന്തരീക്ഷത്തിൽ ഒരാവിയായി മാറുമോ? അന്തരീക്ഷത്തിൽ ഒരാവിയായി മാറുമോ? ഒരു ബിന്ദുവായി ഞാൻ ഒഴുകി വന്നു, ഒരു സിന്ധുവായി നീ പുൽകി എന്നെ. വിരിയുമെൻ ആത്മാവിൽ പൂർണിമ നീ, അലിയുന്നു നിന്നിൽ ഞാൻ നിത്യമായി നിത്യമായി. குறைவொன்றும் இல்லை, குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறைவொன்றும் இல்லை கண்ணா. குறைவொன்றும் இல்லை கோவிந்தா, குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறைவொன்றும் இல்லை கண்ணா. குறைவொன்றும் இல்லை கோவிந்தா. கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா. கண்ணுக்கு தெரியாமல் நின்றாலும் எனக்கு குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா. வேண்டியதை தந்திட வெங்கடேசன் நீ இருக்க, வேண்டியவை வேறில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா. வேண்டியதை தந்திட வெங்கடேசன் நீ இருக்க, வேண்டியவை வேறில்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா. திரையின் பின் நிற்கின்றாய் கண்ணா, கண்ணா திரையின் பின் நிற்கின்றாய் கண்ணா. உன்னை மறையோடும் ஞானியர் மட்டுமே காண்பார் என்றாலும் குறைவொன்றும் எனக்கில்லை கண்ணா, என்றாலும் குறைவொன்றும் எனக்கில்லை கண்ணா. குன்றின் மேல் கல்லாகி, குன்றின் மேல் கல்லாகி நிற்கின்ற வரதா, குன்றின் மேல் கல்லாகி நிற்கின்ற வரதா, குன்றின் மேல் கல்லாகி நிற்கின்ற வரதா. குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா. மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா. கல்லினாளில் இறங்கி கல்லில இறங்கி, கல்லினாளில் இறங்கி கல்லில இறங்கி, சிலையாக கோயிலில் நிற்கின்றாய் கேசவா. கல்லினாளில் இறங்கி கல்லில இறங்கி, சிலையாக கோயிலில் நிற்கின்றாய் கேசவா. குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா. யாரும் மறுக்காத மலையப்பா, யாரும் மறுக்காத மலையப்பா. உன் மார்பில் ஏதும் தர நிற்கும் கருணை கடலன்னை, எங்கும் நிறைந்திட ஏது குறை எனக்கு, எங்கும் நிறைந்திட ஏது குறை எனக்கு, எங்கும் நிறைந்திட ஏது குறை எனக்கு, எங்கும் நிறைந்திட
ஏது குறை எனக்கு எங்கும் நிறைந்திட ஏது குறை எனக்கு எங்கும் நிறைந்திட ஏது குறை எனக்கு ஒன்றும் குறையில்லை மறைமூர்த்தி கண்ணா ஒன்றும் குறையில்லை മറൈമൂർത്തി കേണ മണിവണ്ണ സത്തായി നിന്നു പരിചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും ഹൃത്തായി നിന്ന് അതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി സത്തായി നിന്നു പരിചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും ഹൃത്തായി നിന്ന് അതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയ വിസ്താരമന്നമതിനത്താവുമായി വിലസും സിതാനുഭൂതിയിലുമെത്താതെയാം അതിമഹത്തായിടും ജനനി നീ സിദ്ധാനുഭൂതിയിലുമെത്താതെയാം അതിമഹത്തായിടും ജനനി നീ അതിമഹത്തായിടും ജനനി നീ അതിമഹത്തായിടും ജനനി നീ